ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് സാറ്റൻ റിബൺ കൊണ്ട് സാധാ ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഈ സാറ്റൻ റിബൺ, റെഡ് സാറ്റൻ റിബണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനെ ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി അതിന് ഒരു ഓവൽ ഷേപ്പ്, അതായത് ഒരു റാ പോലത്തെ ഷേപ്പ് കട്ട് ചെയ്ത്, ഈ സാറ്റൻ റിബണിൻ്റെ ഏത് വേണമെങ്കിലും നമുക്കിതുപോലെ ഒരു ഓവൽ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എപ്പോഴായാലും സാറ്റൻ റിബൺ ചെയ്താൽ നമ്മൾ ലൈറ്റർ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഓരോ നാരുകൾ വിട്ടു പോകത്തില്ല. ഇതിപ്പം 2-3 ഫ്ലവറിന് വേണ്ടിയിട്ടും ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പം ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തതിന് രണ്ടായിട്ട് മടക്കി വെച്ചാണ് ഞാനിത് തച്ച് റെഡിയാക്കിയാണ്. അതിന് വേണ്ടിയിട്ട് ഈ കാണിക്കുന്നത് പോലെ ഒരു ഓവൽ ഷേപ്പിനെ രണ്ടായിട്ട് മടക്കി അതിൻ്റെ അടിയിലോട്ട് വേറെയും ഇതുപോലെ വേറൊരു സാറ്റൻ റിബൺ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടിരിക്കുന്നത് വീണ്ടും എടുത്ത് അതിൻ്റെ അടിയിലോട്ട് രണ്ടായിട്ട് മടക്കി അത് വീണ്ടും തുന്നി ചേർത്ത് എടുക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഇതാവുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് അടിയിലോട്ട് വെച്ച് നമ്മളത് തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തയ്ക്കുകയെന്ന് വെച്ചാൽ ഒരുപാടല്ല, ചെറിയ ലൈൻസുകൾ മതി. അടുപ്പിച്ചടുപ്പിച്ച് വേണം തച്ചെടുക്കാൻ. ഒരുപാട് അകലത്തിലാവുമ്പോഴത്തേക്ക് അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അതിനെ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു നൂല് വലിച്ചെടുക്കുമ്പോൾ കുറേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം ഡിസ്റ്റൻസ് ഇല്ലാത്ത ഇത് രണ്ടും കൂടി തച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇടാവും. ഇതുപോലെ ഇത് കാണിക്കുന്ന കണക്ക് അടുപ്പിച്ച് നമ്മൾ തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇതുപോലെ സാറ്റൻ റിബണിൻ്റെ തന്നെ അതുപോലെ തന്നെ നമുക്ക് പട്ട് തുണി വാങ്ങിക്കാനും കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ വെട്ടി നമ്മളത് ആ ലൈറ്റർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിങ്ങനെ തച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു 6-7 പെറ്റൽസിനെ രണ്ടായിട്ട് മടക്കുമ്പോൾ, അതായത് അപ്പം രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇതള് തോന്നത്തക്ക വിധത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. രണ്ടെണ്ണം ആകുമ്പോൾ നല്ല അടുക്കായിട്ട് തോന്നും. ഇനി രണ്ട് സൈഡിൽ നിന്നും ഞാനത് ഒന്ന് വിടർത്തിയതിന് ശേഷം ആ രണ്ട് നൂലും കൂടി ചേർത്ത് വെച്ച് ഒരു 2 കെട്ടി എടുക്കുകയാണ് ചെയ്തത്. ഒരുപാട് ടൈറ്റായിട്ടല്ല, ഒന്ന് വലിക്കുമ്പം തന്നെ അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയി കഴിഞ്ഞ്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരൊറ്റ ഫ്ലവറിൻ്റെ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. അത് ഇതുപോലെ കെട്ടിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിലോട്ട് ഒന്നും കൂടി ടൈറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ മുത്തോ ബീഡ്സോ ഏതെങ്കിലും വെച്ച് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഡെക്കറേറ്റ് ചെയ്ത് ഒറ്റ ഫ്ലവർ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അകത്ത് തന്നെ പിപ്സ്, അതായത് പൂമ്പൊടി വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് അങ്ങനത്തെ ഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഫ്ലവർ എല്ലാം നമുക്ക് എല്ലാത്തിലും, തുണിയിലും പേപ്പറിലും എല്ലാത്തിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഫ്ലവർ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള എത്ര മോഡൽ ഡിഫറെൻറ്റ് സൈസ് ഫ്ലവേഴ്സ് നമുക്ക് നമ്മുടെ കൈകൊണ്ട് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീടുകളിൽ അലങ്കരിക്കാനും മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനുമൊക്കെ കഴിയും. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു 2 ഫ്ലവർ ആക്കി കഴിഞ്ഞ് ഇനി ഞാൻ ആ ഒരു ഗോൾഡൻ വയർ എടുത്ത് അതിൽ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി അതിനൊരു ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ചെറിയ മുട്ടായിട്ട് എടുക്കാനായിട്ടാണ് ഞാൻ ആ ഒരു ഗോൾഡൻ വയറിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച്, അതായത് കുറച്ച് കട്ടിക്കിരിക്കാനായിട്ട്. ഈ മുട്ടുകളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ അതിൽ കുറച്ച് പേപ്പർ ചുറ്റി വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇതുപോലെ ഉയർന്ന് പൊന്തിയിരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ സെൻറ്റർ നോക്കി ഫെവി ബോണ്ട് യൂസ് ചെയ്ത് രണ്ടായിട്ട് മടക്കി അതിലും കുറച്ച് ഫെവി ബോണ്ട് വെച്ച് ഞാൻ അതിൽ ചുറ്റി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ ചെറിയൊരു മുട്ടിൻ്റെ മോഡലായിട്ട് ഉണ്ട് ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെ ആണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പെറ്റൽസ്, അതായത് 2 പെറ്റൽസ് മടക്കിയത്. അതിപ്പോൾ ഒരു ഫ്ലവർ ആക്കി എടുത്തു കഴിഞ്ഞ് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഫ്ലവർ, നല്ല മോഡലൊരു ഫ്ലവർ ആയി കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും അടിയിലോട്ട് വെക്കാനായിട്ട് ആ ഒരു ഗ്രീൻ കളറിലെ സാറ്റൻ എടുത്ത് അതിന് ചുറ്റും വെക്കാനായിട്ട് ആ ഒരു ഷേപ്പ് ആക്കി കഴിഞ്ഞ് ഇനി ഇതുപോലെ തന്നെ മുട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ് അത് രണ്ടായിട്ട് മടക്കി ടിഷ്യൂ പേപ്പർ അതിൽ ഒട്ടിച്ച് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് അതിനൊന്ന് ചുറ്റി വരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് ആ സാറ്റൻ റിബൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്.
അതിലോട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര കോൺഫിഡൻ്റായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് തന്നെ സ്വയം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ചെയ്ത് നോക്കാവുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സുകളാണ് എല്ലാം തന്നെയും. കുറച്ച് നേരം നമുക്കൊന്ന് ഒരു ക്ഷമയോടെ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള പല പല ഫ്ലവേഴ്സുകൾ നമുക്ക് വീട്ടിൽ ഏതെല്ലാം ഫ്ലവേഴ്സ് ഉണ്ട് അതെല്ലാം നമുക്ക് ചെയ്ത് നമ്മുടെ വീട് അലങ്കരിക്കാം. ഇത് ചെറിയൊരു മുട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ്. മറ്റേതിൻ്റെ ആ രീതി പോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് ചുരുട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു ഓവൽ ഷേപ്പ് കട്ട് ചെയ്തത് അതും എടുത്ത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് 2 ലെയറിൽ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഗ്രീൻ എടുത്ത് നമ്മൾ അതിലൊരു എല്ലാത്തിനും ഇതാ ഈ കാണിക്കുന്ന കണക്ക് ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ മുട്ടിൻ്റെയും അവിടെ ഒരു ഗ്രീൻ്റെ ഓവൽ ഷേപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഫെവി ബോണ്ട് വെച്ച് യൂസ് ചെയ്ത്. ഇനി ആ ലീവ്സിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലീഫ് നമുക്കെടുക്കാം. ഇത് സാധാരണ കാണുന്ന ഒരു ഫ്ലവറിൻ്റെ രീതിയിലാണ്. അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ഇതിപ്പോൾ നമുക്ക് നീളത്തിലുള്ളൊരു ലീവ്സാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് 2 സാറ്റൻ റിബണും കൂടി ഒരുമിച്ച് ഒട്ടിച്ച് വേണമെങ്കിൽ നമുക്ക് നല്ല വീതി കിട്ടും. ഇത് വീതി കുറഞ്ഞ ലീവ്സ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. ആ കട്ട് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ ലൈറ്റർ യൂസ് ചെയ്യണം. ഇതിൻ്റെ സാറ്റൻ റിബണിൻ്റെ ഏത് കട്ടിങ് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ലൈറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മനോഹരമായിട്ടുള്ള